വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, യൂണിറ്റ് 4 എക്സംപ്റ്റഡ് ഇൻകം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് ഇൻകം ടാക്സ് എന്താണെന്നും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം എന്തൊക്കെയാണെന്നും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സംപ്റ്റഡ് ഇൻകം. നമ്മൾ ചിലപ്പോൾ ഇൻകത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചില ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലോ പ്രകാരം എക്സംപ്റ്റഡ് ഇൻകം ആയിട്ട് കണക്കാക്കാം. ദാറ്റ് മീൻസ് അത് ഇൻകത്തിൽ നിന്ന് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും ചില ഇൻകത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ഇൻകം ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ചില ഇൻകത്തിന് ഇത്തരത്തിലുള്ള എക്സംഷൻ കൊടുക്കുന്നത്? ചിലപ്പോൾ സാമൂഹിക മീൻസ് സോഷ്യൽ റീസൺ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ചില നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ചില ഏരിയകളെ ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ധൈര്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള അതായത് അവർക്ക് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന അവാർഡുകൾ അതിനൊന്നും ചില എന്ത് ചെയ്യുന്നില്ല ഈ ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചില ഇൻകംസ് നമ്മൾ 2 തവണ എന്ത് ചെയ്യും, ടാക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതായത് 2 തവണ ടാക്സ് ഈടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിൽ എക്സംഷൻസ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഇത്തരത്തിൽ എക്സംഷൻസ് കിട്ടുന്ന ഇൻകംസ്. ഓക്കെ, അതായത് എക്സംപ്റ്റഡ് ഇൻകംസ്, അതായത് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് അടക്കേണ്ടാത്ത ഇൻകംസ് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടാക്സിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ എക്സംഷൻ കിട്ടുന്നത്? അതായത് പല റീസൺ കൊണ്ടായിരിക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സോഷ്യൽ റീസൺ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ചില ഏരിയകളുടെ ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല റീസൺസ് കാരണം ചില ഇൻകംസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ എക്സംപ്റ്റഡ് ഇൻകം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് നോക്കാം എക്സംപ്റ്റഡ് ഇൻകം അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എന്താണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്? എക്സംപ്റ്റഡ് ഇൻകം ഈസ് ദാറ്റ് ഇൻകം ഓൺ വിച്ച് ഇൻകം ടാക്സ് ഈസ് നോട്ട് ചാർജബിൾ അല്ലേ. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടാത്ത ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സംപ്റ്റഡ് ഇൻകം എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് ആ ഒരു ഇൻകം എന്തിന് വിധേയമല്ല, ടാക്സിന് വിധേയമല്ല. ആ ഒരു ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സംപ്റ്റഡ് ഇൻകം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ എക്സംപ്റ്റഡ് ഇൻകത്തിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം, പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം, ഇൻകം ഓഫ് സെർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതോറിറ്റീസ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം എന്തായിരിക്കും അത്. അതായത് ഈ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ ഇത് മൊത്തം അതായത് ആ ഒരു ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അല്ലേ. അതായത് ആ ഒരു ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മുടെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകത്തിൻ്റെ കൂടെ ഈ എക്സംപ്റ്റഡ് ഇൻകം കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. അതായത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ എക്സംപ്റ്റഡ് ഇൻകം അതായത് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആണ് അല്ലേ. ഈ എക്സംപ്റ്റഡ് ഇൻകം അതായത് ടാക്സ് ഈടാക്കാത്ത ഈ ഇൻകം നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി അത് കാരണം എന്താണ്, അത് ഫുള്ളായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടിയിട്ടുണ്ട് ആ ഇൻകത്തിന് അല്ലേ. അതായത് അത്തരത്തിലുള്ള ഇൻകത്തിന് ഒരു ടാക്സും അടക്കേണ്ട, അതിനെയാണ് നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ നോക്കൂ, പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം. പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ അതായത് കുറച്ച് ഭാഗം എക്സംഷൻ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹൗസ് റെന്റ് അലവൻസ് ഒക്കെ അല്ലേ, അതായത് ഇപ്പോൾ അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി, പെൻഷൻ ഇങ്ങനെയുള്ള ഇൻകത്തിന്
ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചു ഭാഗം അല്ലെ, അതിന്റെ ഇത്ര പെർസെൻറ്റേജ് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും, ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് കൊടുക്കേണ്ടി വരും. നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നമ്മൾ ആ ഒരു എന്താണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെ, അതായത് പാർഷ്യൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്താ നമ്മൾ പറഞ്ഞത്, അതായത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം എക്സംപ്റ്റഡ് ആവുന്നു, ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ പാർഷ്യലി ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലേ. അതായത് ഈ ഒരു ഇൻകം പൂർണ്ണമായിട്ടും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ല, അതിൻ്റെ ഒരു ഭാഗം എന്താണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡും മറ്റേ ഭാഗം എന്താണ് ടാക്സ് കൊടുക്കേണ്ട ഇൻകവുമാണ്. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം പഠിച്ചു, ദെൻ പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം പഠിച്ചു. ദെൻ അടുത്തത് എന്താണ്, അടുത്തത് ഇൻകം ഓഫ് സെർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതോറിറ്റീസ് അല്ലേ. അതായത് ഇപ്പം ഇവിടെ ചില ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ചില അതോറിറ്റീസിനോ ചില കണ്ടീഷൻസ് പാലിച്ചാൽ, അപ്പം ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടി വരും അല്ലേ. ചില ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ ചില അതോറിറ്റീസിനും എന്തുണ്ട്, ടാക്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകം ചിലത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതിന് കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ കണ്ടീഷൻസ് പാലിച്ചാൽ ചില അതോറിറ്റീസിനും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് കിട്ടുന്നുണ്ട്, അവരുടെ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് എക്സംപ്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് അടയ്ക്കേണ്ടാത്ത ഇൻകത്തിനെയാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം എന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, ഫുള്ളായിട്ടും ആ ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ ഒരു ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആഡ് ചെയ്യരുത്. ദെൻ പാർഷ്യലി എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു പാർട്ട്, അതായത് ഒരു ഇൻകത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അനദർ പാർട്ട് എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇൻകം ഓഫ് സെർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതോറിറ്റീസ് അല്ലേ, അവരെന്ത് ചെയ്യണം, അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ചില അതോറിറ്റീസിൻ്റെയും ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്ഷൻ കിട്ടും. എങ്ങനെയാണ് കിട്ടുക, അവർ കുറച്ച് കണ്ടീഷൻസ് പാലിച്ചാൽ അവർക്ക് എന്ത് കിട്ടും, ടാക്സിൽ നിന്ന് എക്സംപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് എക്സംപ്ഷൻ കിട്ടുന്ന എക്സംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം സെക്ഷൻ 10 അല്ലേ, നമ്മൾ പറഞ്ഞു എക്സംപ്റ്റഡ് ഇൻകംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സംപ്റ്റഡ് ഇൻകം കവർ ചെയ്യുന്ന സെക്ഷൻ 10 ആണ്. ഓക്കെ, സെക്ഷൻ 10ലാണ് ഇൻകം ടാക്സ് ലോയിൽ എക്സംപ്റ്റഡ് ഇൻകംസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തേതാണ് അഗ്രികൾച്ചറൽ ഇൻകം, സെക്ഷൻ 10 സബ്സെക്ഷൻ 1. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, അപ്പൊ നമ്മളവിടെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് അങ്ങനെ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കണമെങ്കിൽ അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഇൻകത്തിനെ എന്തായി കണക്കാക്കുകയുള്ളൂ, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 1ലെ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലുള്ള ഒരു ലാൻഡിൽ അല്ലെ, ഇന്ത്യയിലുള്ള ലാൻഡിൽ അത് അഗ്രികൾച്ചറൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡ് ആയിരിക്കണം, ആ ലാൻഡ് ഇന്ത്യയിലായിരിക്കണം. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ ഫുള്ളായിട്ടും ടാക്സ് എക്സംപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ
അടുത്ത് നോക്കാം സം റിസീവ്ഡ് ബൈ എ മെമ്പർ ഫ്രം HUF അല്ലെ. അതായത് ഇപ്പോ ഈ HUF-ന് കിട്ടുന്ന സം അല്ലെ, അതായത് HUF-ന്റെ ഡിവിഷൻ സമയത്ത് അതിലെ മെമ്പേഴ്സിന് കിട്ടുന്ന സം എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. കാരണം എന്താ, ഓൾറെഡി HUF മീൻസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെ. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് ഇൻകത്തിന് ഓൾറെഡി അവർ ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഈ എന്താണ് ആ പ്രോഫിറ്റ് അതിലുള്ള ഓരോ മെമ്പേഴ്സിന് അവരുടെ ഷെയർ കിട്ടുമ്പോൾ ആ മെമ്പേഴ്സ് വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ആ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അല്ലെ. കാരണം ഇവിടെ എന്താണ്, ഡബിൾ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് HUF അവരുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി HUF-ന്റെ പേരിൽ അവർ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കാം. ദെൻ ഇനി വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, HUF-ന്റെ മെമ്പേഴ്സിലേക്ക് അവരുടെ പാർട്ട് അല്ലെങ്കിൽ അവരുടെ ഷെയറിന്റെ ഭാഗം കയ്യിലെത്തുമ്പോൾ വീണ്ടും ആ HUF-ലെ മെമ്പേഴ്സ് അതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അത് പറയുന്ന സെക്ഷൻ 10 സബ്സെക്ഷൻ 2 ആണ്. Then അടുത്തത് നോക്കൂ, ഷെയർ ഓഫ് എ പാർട്ണർ ഇൻ ഫേംസ് ഇൻകം അല്ലെ. അടുത്തത് അല്ലെ, പാർട്ട്നേഴ്സിന്റെ ഷെയർ. ഓക്കെ, അതായത് ഒരു ഫേമിലെ പാർട്ട്ണർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഷെയറിന്റെ മുകളിൽ ആ പാർട്ട്ണർ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടക്കണ്ട. കാരണം ഓൾറെഡി ആ പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് അവരുടെ ഫേമിന്റെ പേരിൽ അടച്ചിട്ടുണ്ടായിരിക്കും. വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഫേമിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റിന്റെ ഷെയറിന്റെ ഭാഗം അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിന്റെ മുകളിൽ ടാക്സ് അടക്കേണ്ട കാര്യമില്ല അല്ലെ. HUF പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഡബിൾ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സംഷൻ വന്നിട്ടുള്ളത്. ദെൻ പ്രോഫിറ്റ് ഓഫ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ ഫ്രീ ട്രേഡ് സോൺ അല്ലെ. സെക്ഷൻ 10 സബ്സെക്ഷൻ A അല്ലെ. എന്താ അവിടെ പറയുന്നത്, അതായത് ഫ്രീ ട്രേഡ് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഈ ഒരു ഫ്രീ ട്രേഡ് സോണില് പുതിയ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ചില ഏരിയകളെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ചില ഏരിയകളിൽ ഉള്ള അല്ലെ, ആ ഒരു ഏരിയകളെയാണ് നമ്മൾ ഫ്രീ ട്രേഡ് സോൺ എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കച്ചവടം നടത്താൻ പറ്റും. ഓക്കെ, ചില ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചില ഏരിയകളിലുള്ള ട്രേഡിംഗ്, അതായത് ആ ഒരു ഏരിയയിലെ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതായത് എന്താണ്, ആ ഒരു ഏരിയയിലെ ഇമ്പോർട്ടിനെയും എക്സ്പോർട്ടിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിൽ നടക്കുന്ന ട്രേഡിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് എന്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അതായത് ഫ്രീ ട്രേഡ് സോൺ അല്ലെ, അതായത് ഫ്രീ ട്രേഡ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ചില ഏരിയകൾ ഉണ്ടായിരിക്കും അല്ലെ. അവിടെ ട്രേഡിംഗ് നടത്തുന്നതിന് ടാക്സ് മീൻസ് അവിടെ ട്രേഡിംഗ് നടത്തി അവർക്ക് ഇൻകം കിട്ടുന്നതിന് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ അവിടെയും കണ്ടീഷൻ ഉണ്ട്, ഈ ഫ്രീ ട്രേഡ് സോണിലെ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കണം, പുതിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കണം. അവര് ഈ ഫ്രീ ട്രേഡ് സോണിൽ കച്ചവടം നടത്തി പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതും ടാക്സ് എക്സംപ്റ്റഡ് ആണ്. Then അതുപോലെ തന്നെ നോക്കൂ, കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ വിക്ടിംസ് ഓഫ് ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10BB അല്ലെ. എന്താ അവിടെ പറയുന്നത്, ഈ നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ അല്ലെ, അത് ഒരു വലിയൊരു ദുരന്തമായിരുന്നു. ആ ഡിസാസ്റ്ററിൽ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഫാമിലീസിനും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ലീക്കിൽ ഇരകളായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഗവൺമെന്റിന്റെ ഒരു കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ കോമ്പൻസേഷൻ എന്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ വിക്ടിംസ് ഓഫ് ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10BB പ്രകാരം എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, സം റിസീവ്ഡ് ഫ്രം ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് അല്ലെ, ലൈഫ് ഇൻഷുറൻസ് മെച്ചൂരിറ്റി പീരീഡ് ആയി അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു വ്യക്തി ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്ചൂരിറ്റി പീരീഡ് ആവുകയോ അല്ലെങ്കിൽ അയാൾ മരിച്ചു പോവുകയോ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഈ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന തുക കിട്ടുന്നത് അല്ലെ. അതെന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ എന്താണ്
മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന തുകയും ബോണസും എന്താണ് ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. പക്ഷെ അവിടെ കീമാൻ ഇൻഷുറൻസ് പോളിസി അല്ലെ സെക്ഷൻ 80 DD സബ്സെക്ഷൻ 3 പ്രകാരം ലഭിക്കുന്ന കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന തുക ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് അല്ല. ലൈഫ് ഇൻഷുറൻസ് പ്രകാരം ഒരു വ്യക്തിക്ക് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സം പ്ലസ് ബോണസ് ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. അടുത്തത് നോക്കാം. സം റിസീവ്ഡ് ഫ്രം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 11 അല്ലെ. അതായത് ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിന്റെയോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലോ ഉള്ള പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു തുക ലഭിക്കുകയാണെങ്കിൽ, സം കിട്ടുകയാണെങ്കിൽ അതും എന്താണ് ടാക്സ് എക്സംഷൻ കിട്ടുന്ന ഒരു ഇൻകമാണ്. ദെൻ പേയ്മെന്റ് ഫ്രം സുകന്യ സമൃദ്ധി അക്കൗണ്ട് അല്ലെ. ഇതൊരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ആണ് അല്ലെ. അതായത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ആണ്. അതായത് നമ്മുടെ വീട്ടില് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാം. പോസ്റ്റ് ഓഫീസ് വഴി അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ അവര് ഈ കുട്ടിക്ക് 21 വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സം എമൗണ്ട് ഓഫ് കിട്ടും, പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്ന തുക എന്താണ് ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ് ഫ്രം NPS ട്രസ്റ്റ് അല്ലെ സെക്ഷൻ 10 സബ്സെക്ഷൻ 12A പ്രകാരം പേയ്മെന്റ് ഫ്രം NPS ട്രസ്റ്റ് അല്ലെ. അതായത് നമ്മുടെ നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ്, NPS ന്റെ ഫുൾ ഫോം നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 12A അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? അതായത് NPS ട്രസ്റ്റിൽ നിന്ന് സെക്ഷൻ 80CC-D പ്രകാരം നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ് വഴി ഒരു വ്യക്തിക്ക് എന്ത് കിട്ടുകയാണ്? അയാൾക്ക് ആ സ്കീം അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്ന് 40% വരെ ടാക്സിൽ നിന്ന് എക്സെപ്ഷൻ കിട്ടും. ഓക്കെ, അതായത് NPS ട്രസ്റ്റിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടും? 40% വരെ ടാക്സിൽ നിന്ന് ആ NPS ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന തുകയുടെ 40% വരെ എക്സെപ്ഷൻ കിട്ടും. Then partial withdrawal from NPS trust അല്ലെ. അതായത് ഒരു വ്യക്തി NPS അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യക്തി അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയിൽ അത് അയാൾ വിഡ്രോ ചെയ്യാണ്. അതായത് മെച്യൂരിറ്റി ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാണ്? അത് വിഡ്രോ ചെയ്യാണ്. ഓക്കെ, അപ്പോ അതായത് പാർഷ്യൽ വിഡ്രോവൽ ആണ്, ഫുൾ ആയിട്ട് വിഡ്രോവൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് NPS ട്രസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി 25% വരെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, NPS ട്രസ്റ്റ് വഴി അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റിന്റെ ആ സ്കീമിൽ നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? അയാൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ 25% വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ 25% വരെ എന്ത് കൊടുക്കേണ്ട? വരെ വിഡ്രോ ചെയ്ത ക്യാഷിന് ടാക്സ് കൊടുക്കണ്ട. അതിന് മുകളിൽ അയാൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതായത് പെൻഷൻ ഫണ്ടിൽ നിന്ന് പാർഷ്യൽ വിഡ്രോവൽ ആണ്. അപ്പോൾ 25% വരെയാണ് അവർ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആണ് ഇൻട്രസ്റ്റ്, പ്രീമിയം ഓർ ബോണസ് ഓൺ സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 15 അല്ലെ. അതായത് ചില സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന അല്ലെ, അതായത് ചില മീൻസ് എന്താണ് സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പ്രീമിയം, ബോണസ് അല്ലെ. ഈ 3 ഇൻകം എന്താണ് ടാക്സിൽ നിന്ന് എക്സെപ്ഷൻ കിട്ടും. അപ്പൊ ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ഒന്ന് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC. ഓക്കെ, ദെൻ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട്, ആന്വിറ്റി സർട്ടിഫിക്കറ്റ്, റിലീഫ് ബോണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയുള്ള ചില പ്രത്യേക ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ബോണസ്, പ്രീമിയം ഇതൊക്കെ എന്താണ് ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സെക്ഷൻ 10 സബ്സെക്ഷൻ 16 സ്കോളർഷിപ്പ് കിട്ടുക അല്ലെ. അതായത് ഇപ്പോ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ചിനോ സ്റ്റുഡൻസിന് ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പ്
അല്ലെങ്കിൽ ഫെലോഷിപ്പ്, ആ തുക എന്താണ്, പൂർണ്ണമായിട്ടും എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഗവൺമെന്റ് ഈ റിസർച്ച് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ മറ്റു എഡ്യൂക്കേഷൻ വഴി അവർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിന് എന്താണ്, ടാക്സ് ഫ്രീ ആണ് എന്നാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 16 പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, അലവൻസസ് ഓഫ് MPs ആൻഡ് MLA സെക്ഷൻ 10 സബ്സെക്ഷൻ 70 അല്ലെ. അതായത് ഇപ്പോ MP അല്ലെ, മെമ്പർ ഓഫ് പാർലമെന്റ്, അതുപോലെ തന്നെ MLA അല്ലെ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ, MP മാർക്കും MLA മാർക്കും കിട്ടുന്ന ചില അലവൻസുകൾ അതും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് അല്ലെ. അവർക്ക് ഡെയിലി അലവൻസ് കിട്ടും, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് കിട്ടും. ഇതൊക്കെ എന്താണ്, അവർക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള അലവൻസുകൾ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം, അവാർഡ് ഓർ റിവാർഡ് അല്ലെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 17A പ്രകാരം അവാർഡുകളും റിവാർഡുകളും, ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ നമ്മൾ പറയില്ലേ കലാ, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കും, അവാർഡോ റിവാർഡ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അവാർഡോ റിവാർഡോ ഒക്കെ ക്യാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതും ടാക്സിൽ നിന്ന്, അതിന് ടാക്സ് കൊടുക്കേണ്ട അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ്, മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന അവാർഡ് അല്ലെ, അതായത് അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന അവാർഡുകൾക്കും എന്തുണ്ട്, ഇത്തരത്തിലുള്ള ടാക്സ് എക്സംപ്ഷൻ കിട്ടും. ഓക്കെ, അതായത് ബാക്കി വേറെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരം ഇല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന അവാർഡുകൾ എന്താണ്, ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അവിടെ പോയിന്റ് ഇതാണ്, എന്താണ്, ഗവൺമെന്റ് കൊടുക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന കലാ, സാഹിത്യം, ശാസ്ത്രം ഈ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, പെൻഷൻ ടു ആൺ ഇൻഡിവിജ്വൽ അവാർഡഡ് ബൈ വീർ ചക്ര സെക്ഷൻ 10 സബ്സെക്ഷൻ 18 അല്ലെ. വീർ ചക്ര, പരംവീർ ചക്ര, മഹാവീർ ചക്ര അല്ലെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓരോരോ ബഹുമതികളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പരംവീർ ചക്ര അല്ലെങ്കിൽ മഹാവീർ ചക്ര, വീർ ചക്ര തുടങ്ങിയിട്ടുള്ള വീര ബഹുമതികൾ കിട്ടാറുണ്ട് അല്ലെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കുന്ന പെൻഷൻ കംപ്ലീറ്റ് ആയിട്ടും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഫാമിലി പെൻഷൻ ടു ഫാമിലി മെമ്പേഴ്സ് ഓഫ് ആർമഡ് ഫോഴ്സ് അല്ലെ, അതായത് നമ്മുടെ ആർമിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ അത് ഫുള്ളായിട്ടും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് അല്ലെ. അതായത് ഇപ്പോ ഒരു ആർമി പേഴ്സൺ ഓപ്പറേഷനിടെ അയാൾ മരിക്കുകയാണെങ്കിൽ അല്ലെ, അപ്പൊ എന്ത് ചെയ്യും, അയാളുടെ ഡിപ്പെൻഡൻസ്, അതായത് അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ മക്കൾ അല്ലെ, അവർക്ക് എന്ത് കൊടുക്കും, പെൻഷൻ കിട്ടും അല്ലെ. ആ പെൻഷൻ എന്താണ്, ടാക്സിൽ നിന്ന് ഫുള്ളായിട്ടും എക്സംപ്റ്റഡ് ആണ്. ആ പെൻഷൻ എന്ത് കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ആനുവൽ വാല്യൂ ഓഫ് പാലസ് ഓഫ് ദി എക്സ് റൂളേഴ്സ് സെക്ഷൻ 10 സബ്സെക്ഷൻ 19A. എന്താ ഇവിടെ പറയുന്നത്, മുൻ റൂളേഴ്സ് അല്ലെ, രാജാക്കന്മാരുടെ പാലസിന്റെ ആനുവൽ വാല്യൂ, മുൻ രാജാക്കന്മാരുടെ പാലസിന്റെ ആനുവൽ വാല്യൂ എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് അല്ലെ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അംഗീകരിച്ച ഭരണാധികാരികളുടെ അല്ലെ, അംഗീകരിച്ച എക്സ് റൂളേഴ്സിന് മാത്രമേ ഉള്ളൂ എന്ത്, ഈ എക്സംപ്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അതായത് പഴയ മുൻ രാജാക്കന്മാരുടെ പാലസുകളുടെ ആനുവൽ വാല്യൂ അല്ലെ, അവരുടെ പാലസ് മീൻസ് അവരുടെ കൊട്ടാരത്തിന്റെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കൊട്ടാരത്തിന്റെ ആനുവൽ വാല്യൂ എന്തിനു ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇൻകം ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് സെക്ഷൻ 10 സബ്സെക്ഷൻ 26 അതായത് പട്ടികജാതി ജനവിഭാഗങ്ങൾ അല്ലെ, അവർക്ക് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതായത് മണിപ്പൂർ, സിക്കിം, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 6th ഷെഡ്യൂൾ പ്രകാരം പട്ടികപ്പെടുത്തിയ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിവാസികൾക്കാണ് എന്ത് കിട്ടുന്നത്, അവർക്ക് കിട്ടുന്ന വരുമാനം ടാക്സിന് വിധേയമല്ല.
അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഇൻകം ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് സെക്ഷൻ 10 സബ്സെക്ഷൻ 26 പറയുന്നത്. മണിപ്പൂർ, സിക്കിം, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 6th ഷെഡ്യൂൾ പ്രകാരം പട്ടികപ്പെടുത്തിയ പട്ടികജാതി നിവാസികൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം. സബ്സിഡി റിസീവ്ഡ് ഫ്രം ടീ ബോർഡ്, അല്ലെ? സബ്സിഡി റിസീവ്ഡ് ഫ്രം ടീ ബോർഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 30, അല്ലെ? അപ്പോൾ ഇന്ത്യയിലെ തേയില കൃഷി നടത്തുന്ന തേയില കൃഷിയുടെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും, കർഷകരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് ടീ ബോർഡ് എന്ത് കൊടുക്കും? സബ്സിഡി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കിട്ടുന്ന സബ്സിഡിക്ക് എന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ടീ ബോർഡ് നൽകുന്ന സബ്സിഡിക്ക് ടാക്സ് നമുക്ക് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എക്സംഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടീ ബോർഡ് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എക്സംഷൻ കൊടുത്തിരിക്കണം. അതായത് ഈ വ്യക്തിക്ക് ടീ ബോർഡിന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടണം? സർട്ടിഫിക്കറ്റ് ഓഫ് എക്സംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കണം. അത് ഇൻകം ടാക്സ് ഓഫീസർക്ക് മുന്നിൽ സമർപ്പിച്ചാൽ മാത്രമേ ടീ ബോർഡിന്റെ സബ്സിഡി ഈ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആക്കുകയുള്ളൂ. ഓക്കെ, ദെൻ സബ്സിഡി റിസീവ്ഡ് ബൈ പ്ലാന്റേഴ്സ് സെക്ഷൻ 10 സബ്സെക്ഷൻ 31, അല്ലെ? അതായത് ഇപ്പോ ഈ റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ് തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റിന്റെ ബോർഡുകള് ഈ റബ്ബർ, കോഫി, അതേപോലെ തന്നെ ഈ സ്പൈസസിന്റെ കൃഷി, അല്ലെ? അതിന്റെ കൃഷിക്കും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ റബ്ബറൊക്കെ ചിലപ്പോ കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. വീണ്ടും അത് എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലാന്റേഷൻ നടത്തേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ചെലവുകൾ വരും. അപ്പൊ ഈ ബോർഡുകൾ എന്ത് ചെയ്യും? അതായത് റബ്ബർ ബോർഡും സ്പൈസസ് ബോർഡും കോഫി ബോർഡൊക്കെ എന്ത് കൊടുക്കും? സബ്സിഡി കൊടുക്കും. ഇത്തരത്തിൽ കിട്ടുന്ന സബ്സിഡി ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളൊരു 20 കാര്യങ്ങളോളം ടാക്സ് എക്സംപ്റ്റഡ് ഇൻകംസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇനി അടുത്ത എക്സംപ്റ്റഡ് ഇൻകം നോക്കൂ. ഇൻകം ഓഫ് മൈനർ ചൈൽഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം മൈനർ ചൈൽഡിന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു മൈനറിന് ലഭിക്കുന്ന, മൈനർ മീൻസ് പ്രായപൂർത്തിയാവാത്ത കുട്ടി, അല്ലേ? ആ കുട്ടിക്ക് ലഭിക്കുന്ന ഇൻകം 1500 വരെ, 1500 വരെയാണ് ആ കുട്ടിക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി 1500-ന് മുകളിൽ ഒരു 2500 ഒക്കെയാണ് അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്നുണ്ടെങ്കിൽ 1500-നേക്കാൾ ഇപ്പം എത്ര കൂടി, അല്ലേ? അതായത് ഇപ്പോൾ ഒരു 1000 കൂടി. ഈ 1000 ആ ഒരു മൈനറിന്റെ പാരൻസിന്റെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ അവർ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ മൈനറിന്റെ 1500 വരെ മൈനറിന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ്, അല്ലെ? അണ്ടർ US 64 യൂണിറ്റുകൾ, ദാറ്റ് മീൻസ് യൂണിറ്റ് സ്കീം 9064, US മീൻസ് യൂണിറ്റ് സ്കീം 9064, അതിലെ യൂണിറ്റുകൾ വിറ്റിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പക്ഷെ ആ ഒരു വിൽപ്പന എന്നായിരിക്കണം? 1/4/2002 ശേഷമായിരിക്കണം ഈ യൂണിറ്റ് സ്കീം വിറ്റിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് സ്കീമിലെ യൂണിറ്റുകൾ വിറ്റ് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിന് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ. അടുത്തത് ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി, അല്ലെ? അതായത് ഈ ഒരു ഡൊമസ്റ്റിക് കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ്, അല്ലെ? അതായത് ഇപ്പൊ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് കമ്പനി നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇത് അസസ്മെന്റ് ഇയർ 2004 to 5 മുതലാണ് ഇത് ഈ പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഡീംഡ് ഇൻകം സെക്ഷൻ 22 സബ്സെക്ഷൻ ഈ പ്രകാരമുള്ള ഡീംഡ് ഡിവിഡൻഡ് ഇതിൽ ഉൾപ്പെടില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡൊമസ്റ്റിക് കമ്പനിയുടെ, ഇന്ത്യയിലുള്ള ഒരു ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. കാരണം ഓൾറെഡി ആ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അത് എന്താണ് പാർട്ട്നേഴ്സിന് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കിട്ടുകയാണ്. അപ്പൊ അയാൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല? ആ ഡിവിഡൻഡിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ സെക്ഷൻ 22 സബ്സെക്ഷൻ ഈ പ്രകാരം ഡീംഡ് ഡിവിഡൻഡായി കണക്കാക്കിയിട്ടുള്ള ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി, ഒരു ഷെയർ ഹോൾഡർക്ക് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു 20% ലോൺ കിട്ടി എന്ന് പറയാണ്. ഓക്കെ, അതായത് ആ ഒരു ഷെയർ ഹോൾഡർ എന്താണ്
മെജോറിറ്റി ഷെയർസും കൈവശം വെച്ചിരിക്കുന്ന ഒരു ഷെയർ ഹോൾഡർ ആണ്. അയാൾക്ക് കമ്പനിയിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ലോണായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പം അത് എന്താണ്, ഓൾറെഡി കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ലോണായിട്ട് ഈ ഷെയർ ഹോൾഡർക്ക് കൊടുത്തു. സോ കമ്പനിക്ക് അതിൻ്റെ പേര് ടാക്സ് അടക്കേണ്ടി വരില്ല. പക്ഷേ ലോണായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനെ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. അടുത്തത് എന്താ പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ഇൻകം അല്ലെ. മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ഇൻകം, അതായത് നമ്മുടെ എനി ഇൻകം റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, യൂണിറ്റ്സ് ഫ്രം അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി സ്പെസിഫൈഡ് അണ്ടർടേക്കിങ്സ് ആൻഡ് ഓർ യൂണിറ്റ്സ് ഫ്രം സ്പെസിഫൈഡ് കമ്പനി അല്ലേ. അതായത് ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് സ്പെസിഫൈഡ് അണ്ടർടേക്കിങ്ങിൻ്റെ യൂണിറ്റുകൾ, അതുപോലെ തന്നെ സ്പെസിഫൈഡ് കമ്പനിയുടെ യൂണിറ്റുകൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇത് വന്നത് അസസ്മെന്റ് ഇയർ 2004 to 5 മുതലാണ് ഇത് വന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ എലിജിബിൾ ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, എലിജിബിൾ ഇക്വിറ്റി ഷെയർസ് അതായത് ഇക്വിറ്റി ഷെയർസ് വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എലിജിബിൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ ഇത് ഇക്വിറ്റി ഷെയർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ലോങ് ടേം ഇക്വിറ്റി ഷെയർസ് ആണ്. സോ 12 മാസമെങ്കിലും ഇയാളുടെ കൈവശം ഈ ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം വിൽക്കേണ്ടത്. ദാറ്റ് മീൻസ് 12 മന്തെങ്കിലും അയാളുടെ കയ്യിൽ ഇത് ഷെയറുകൾ ഉണ്ടായിരിക്കണം. അതിനുശേഷമായിരിക്കണം അയാൾ അത് വിൽക്കേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഇത് 1/3/2003 to 31st March 2004 ഇതിനിടയിലായിരിക്കണം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുള്ളത്. ഓക്കെ, അതായത് 1/3/2003 മുതൽ 3/3/2004 ഈ ഒരു കാലയളവിലായിരിക്കണം ആ ഷെയർ വാങ്ങിയിട്ടുള്ളത്. മീൻസ് ആ ഒരു കാലയളവിൽ വാങ്ങിയ ഷെയർ ആയിരിക്കണം ഇത്. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെ ഇത്രയും കണ്ടീഷൻസ് പാലിച്ചിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് വിറ്റാൽ അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്തില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം. എക്സംഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ കോമ്പൻസേഷൻ റിസീവ്ഡ് ഓൺ അത് കമ്പൽസറി അക്വസിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 37 അല്ലെ. അതായത് അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുമ്പോൾ കമ്പൽസറി അക്വസിഷൻ അല്ലെ. കമ്പൽസറി അക്വസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഒരു ഗവൺമെന്റ് ഒരു അർബൻ ഏരിയയിലുള്ള, അവിടെ ശ്രദ്ധിക്കണം, അർബൻ ഏരിയയിലുള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് അവർക്ക് റോഡിന്റെ ആവശ്യത്തിനോ മറ്റോ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നോ ഒരു HUFന്റെ കയ്യിൽ നിന്നോ ഈ ലാൻഡ് വാങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലാൻഡ് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കും ഗവൺമെന്റ്. അങ്ങനെ കിട്ടുന്ന കോമ്പൻസേഷൻ എന്തിന് വിധേയമല്ല, നികുതിക്ക് വിധേയമല്ല. അപ്പൊ കണ്ടീഷൻസ് ഉണ്ട്. ഈ ലാൻഡ് അർബൻ ഏരിയയിലുള്ള ലാൻഡ് ആയിരിക്കണം, അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം. പിന്നെ ഇത് കമ്പൽസറി അക്വയർ ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത 2 വർഷം മുന്നേ ഇത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ലാൻഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ലാൻഡിന്, പിന്നെ അതുപോലെ തന്നെ ഈ ലാൻഡിന്റെ ഓണർ എന്ന് പറയുന്നത് HUF അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. കമ്പനിയാണ് ഇതിന്റെ ഓണർ എങ്കിൽ അതിന് കിട്ടുന്ന കോമ്പൻസേഷന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം. സ്പെസിഫൈഡ് ഇൻകം ഫ്രം ഇന്റർനാഷണൽ സ്പോർട്ട് ഇവന്റ് ഹെൽഡ് ഇൻ ഇന്ത്യ സെക്ഷൻ 10 സബ്സെക്ഷൻ 39 അല്ലെ. അതായത് ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക മേളയിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്പോർട്സ് ഇവന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺവെൽത്ത്, അതുപോലെ തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇത് വന്നത് അസസ്മെന്റ് ഇയർ 2006 to 2007 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നോക്കാം. ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ അതായത് വൈദ്യുതി വിതരണം അല്ലെ, പവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ട ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റ്. ഓക്കെ, അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ട
അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ട ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് തന്റെ സബ്സിഡിയറി കമ്പനിക്ക് കിട്ടുന്ന ഗ്രാന്റ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 41 അതായത് ഈ പവർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട അണ്ടർടേക്ക് മീൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിന്. ഒന്നും കൂടെ പറയാം, പവർ ജനറേഷനിൽ ഏർപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ അസറ്റ് വിൽക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഒരു കമ്പനി പവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ടതായിരിക്കണം. അങ്ങനെ കിട്ടുന്ന അവരുടെ ആ ബിസിനസ്സിൽ ഏർപ്പെട്ട കമ്പനിയുടെ അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻകം ഓഫ് സർട്ടൈൻ ബോഡീസ് ഓർ അതോറിറ്റീസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 40 എന്താണ്? ചില ബോഡികൾക്കും അതുപോലെ തന്നെ അതോറിറ്റീസിനും കിട്ടുന്ന വരുമാനം നികുതി എക്സംപ്റ്റഡ് ആണ്. അതായത് ഇപ്പോ സർക്കാർ നിശ്ചയിക്കുന്ന ചില സമിതികൾക്കും അധികാരികൾക്കും ബോർഡുകൾക്കും അവരുടെ പ്രത്യേക പദ്ധതികളിലൂടെ ലഭിക്കുന്ന ഇൻകം, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വികസന അതോറിറ്റികൾ, അതുപോലെ തന്നെ ഗ്രാമവികസന ബോർഡുകൾ തുടങ്ങിയവർക്ക് ലഭിക്കുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം പ്രകാരം ലഭിക്കുന്ന തുക, അല്ലെ? റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം പ്രകാരം ലഭിക്കുന്ന തുക. ഓക്കെ, സെക്ഷൻ ഇൻകം ഓഫ് സർട്ടൈൻ ബോഡീസ് ഓർ അതോറിറ്റീസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 42 ആണ്. ദെൻ നോക്കാം, റിസർവ് മോർട്ട്ഗേജ് സ്കീം വഴി കിട്ടുന്ന ഇൻകം. അതായത് ഇപ്പോ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർവ് മോർട്ട്ഗേജ് സ്കീം എന്ന് പറയുമ്പോൾ ഒരു സീനിയർ സിറ്റിസൺ തന്റെ വീട് എന്ത് ചെയ്യാണ് ബാങ്കിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും ബാങ്കിലേക്ക് പണയമായിട്ട് വെക്കുകയും എന്നിട്ട് അയാൾക്ക് ജീവിതകാലം മുഴുവൻ തുടങ്ങാനുള്ള ഒരു എമൗണ്ട് ബാങ്ക് അയാൾക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് തുക അതിന് അയാൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് റിസർവ് മോർട്ട്ഗേജ് സ്കീം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സീനിയർ സിറ്റിസൺ എന്ത് ചെയ്യാണ്? അയാളുടെ പ്രോപ്പർട്ടി ബാങ്കിലേക്ക് പണയം വെക്കുകയാണ്. ബാങ്ക് എന്ത് ചെയ്യുന്നു? അതിന് പകരം അയാൾക്ക് എന്ത് കൊടുക്കുന്നു? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അയാൾക്ക് ജീവിതകാലം വരെ കഴിയാനുള്ള പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന തുകയ്ക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ അതുപോലെ തന്നെ NPC അല്ലെ, അതായത് നാഷണൽ പെൻഷൻ ട്രസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന തുക, അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 44 അല്ലെ, ഒരു വ്യക്തിക്ക് NPS ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും തുക അല്ലെങ്കിൽ പെൻഷൻ ഇതെന്താണ്? ഇത് മൊത്തമായിട്ടും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് ഇൻകം ഓഫ് നോട്ടിഫൈഡ് ബോഡി ഓർ അതോറിറ്റി ട്രസ്റ്റ് ഓർ ബോർഡ് അല്ലെ, അതായത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ട്രസ്റ്റ്, ബോർഡ്, കമ്മീഷൻ മുതലായവയുടെ വരുമാനം. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന ചില ട്രസ്റ്റുകൾക്കും ബോർഡുകൾക്കും അതോറിറ്റികൾക്കും കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, അതുപോലെ തന്നെ റിസർച്ച് ബോർഡുകള്, ഇവക്കൊക്കെ കിട്ടുന്ന ആനുവൽ ഇൻകം അതെന്താണെങ്കിൽ ഒരു നിശ്ചിത ഇൻകം എന്താണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട്, ഇൻകം ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 47 അല്ലെ, ഇൻകം ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ ഫണ്ട് അല്ലെ. അതായത് ഇപ്പൊ റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഫണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ ആ ടാക്സ് എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസറിന് മുന്നിൽ റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഇൻകം ഓഫ് ഫോറിൻ കമ്പനി സെക്ഷൻ 10 സബ്സെക്ഷൻ 48
എന്താ പറയുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോറിൻ കമ്പനി അവർക്ക് കിട്ടുന്ന ഇൻകം അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട്, ഈ ഫോറിൻ കമ്പനി എങ്ങനെയുള്ള ബിസിനസ് ആയിരിക്കണം നടത്തേണ്ടത്? ഈ ഫോറിൻ കമ്പനി ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വിൽക്കുന്ന ബിസിനസ് ആയിരിക്കണം നടത്തേണ്ടത്. അവർക്ക് കിട്ടുന്ന ഇൻകം ഇന്ത്യൻ കറൻസിയിൽ അവർക്ക് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ മാത്രമേ ഈ ഒരു എക്സംഷൻ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അടുത്തതാണ് ഇൻകം ഓഫ് ഫോറിൻ കമ്പനി ഓൺ അക്കൗണ്ട് ഓഫ് സ്റ്റോറേജ് ഓഫ് ക്രൂഡ് ഓയിൽ, അല്ലെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 4080A. അതായത് ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റികൾ നടക്കുന്നതിന്, അതായത് ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റികൾ നടത്തുന്നതിനാൽ ഒരു ഫോറിൻ കമ്പനിക്ക് ലഭിക്കുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരുപാട് നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് ടാക്സ് എക്സംപ്റ്റഡ് ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഓരോന്നായിട്ട് എന്താണ് പഠിക്കണം. അതായത് ഓരോന്നായിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. ഇൻകം, സെർട്ടൈൻ എക്സംപ്റ്റഡ് ഇൻകം ഇൻ ദി ഹാൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ചില വ്യക്തികളുടെ കയ്യിൽ, മീൻസ് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ ഇൻകം കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകംസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അതായത് വ്യക്തികളുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ എക്സംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഓഫ് സാലറീഡ് പേഴ്സണൽ, അതായത് ഒരു സാലറി വാങ്ങുന്ന എംപ്ലോയീസിന് എന്തൊക്കെ ഇൻകംസിന് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഈ വക കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കാം ഇവിടെ എക്സംപ്റ്റഡ്, അതായത് ഒരു സാലറീഡ് പേഴ്സണ് കിട്ടുന്ന എക്സംഷൻസ് എന്തൊക്കെയാണ് എന്ന്. ഫസ്റ്റ് പോയിന്റ് ആണ് ലീവ് ട്രാവൽ കൺസെഷൻ, അല്ലെ, അവർക്ക് ട്രാവൽ കൺസെഷൻ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 5 പ്രകാരം എന്താണ് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. ദെൻ അലവൻസസ് ആൻഡ് പെർക്യുസൈറ്റ്സ് റിസീവ്ഡ് അബ്രോഡ്, അല്ലെ, എന്താ പറയുന്നത്, അബ്രോഡിൽ നിന്ന് ലഭിക്കുന്ന പെർക്യുസൈറ്റ്സുകളോ അലവൻസുകളോ. ദാറ്റ് മീൻസ് പെർക്യുസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ഫ്രീ ആയിട്ട് വീട് കൊടുക്കുക. ദാറ്റ് മീൻസ് അവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് താമസിക്കാൻ അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കുക, ഫുഡ് കൊടുക്കുക, കാർ പാർക്കിംഗ് ഫെസിലിറ്റി കൊടുക്കുക, കാറ് കൊടുക്കാം, അല്ലെ, അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ പെർക്യുസൈറ്റ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അവർക്ക് കിട്ടുന്ന പെർക്യുസൈറ്റ്സും അലവൻസസും, അതായത് വിദേശത്ത് അവർക്ക് കിട്ടുന്ന പെർക്യുസൈറ്റ്സും അലവൻസസും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ബ്ലോക്കിൽ പറയാം. ദെൻ അതുപോലെ തന്നെ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി, അല്ലെ, അതായത് മരണാനന്തരം മൂലമോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് മൂലമോ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, വ്യക്തിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി അത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 10A പ്രകാരം കമ്മ്യൂട്ടഡ് പെൻഷൻ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ എൻകാഷ്മെന്റ് ഏൺഡ് ലീവ്, അല്ലെ, അതായത് ആ ഒരു സാലറീഡ് പേഴ്സൺ അവധി എടുത്തത് മൂലം അയാൾക്ക് കിട്ടുന്ന അവധിക്ക്, മീൻസ് എന്താണ്, ലീവ് സാലറി കിട്ടില്ലേ, അങ്ങനെ കിട്ടുന്ന ഇതും എന്താണ് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്. അങ്ങനെ കിട്ടുന്നതും എന്താണ്, അതിൽ നിന്നും എക്സംഷൻ കിട്ടും, അല്ലെ, അവധിയുടെ എൻകാഷ്മെന്റ് ഏൺഡ് ലീവ് അതും എന്താണ്, അതായത് എന്താണ് മീൻസ് എന്താണ് അവധി എടുക്കാത്തത് മൂലം അവർക്ക് കിട്ടുന്ന ഒരു എൻകാഷ്മെന്റ് ഉണ്ടായിരിക്കും, അതും എന്താണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, അല്ലെ, അതായത് ഇപ്പോൾ ഒരു എംപ്ലോയിയെ പിരിച്ചുവിടുന്നത് മൂലം അയാൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ എ പെർക്യുസൈറ്റ്സ്. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന പെർക്യുസൈറ്റ്സുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പെർക്യുസൈറ്റ്സിന് എംപ്ലോയിക്ക് വേണ്ടി ടാക്സ് അടക്കുകയാണെങ്കിൽ അതും ഇൻകത്തിൽ നിന്ന്, മീൻസ് എക്സംപ്റ്റഡ് ഇൻകംസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക, ഓക്കെ, അതായത് ഇപ്പൊ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി RBI തുടങ്ങിയിട്ടുള്ള എംപ്ലോയീസ് അവർക്ക് എന്ത് കിട്ടും, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ അവരെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന തുക പൂർണ്ണമായും
നികുതിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക സെക്ഷൻ 10 സബ്സെക്ഷൻ 12 പ്രകാരം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, അതായത് അംഗീകരിച്ച പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക ചില കണ്ടീഷൻസ് പാലിച്ചാൽ അതും നമുക്ക് നികുതി ഇല്ലാതെ ലഭിക്കും. അപ്പൊ കണ്ടീഷൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 12B പ്രകാരം 12A പ്രകാരം NPS വഴി റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുകയുടെ 40% എന്താണ്, ടാക്സ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ബാക്കിയുള്ള 60%ന് ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 12B പ്രകാരം പാർഷ്യൽ വിഡ്രോവൽ ഫ്രം NPS, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NPSൽ നിന്ന് പാർഷ്യൽ വിഡ്രോവൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ടാക്സ് എക്സംഷൻ കിട്ടും. സൂപ്പർ ആനുവേഷൻ ഫണ്ട് അല്ലെ, അതായത് ഇപ്പോൾ സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 13, അതായത് ഒരു എംപ്ലോയിക്ക് ഒരു അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ലഭിക്കുമ്പോ അല്ലെ, അതായത് സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ അത് മീൻസ് റിട്ടയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക പെൻഷൻ ഫണ്ടാണ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അതും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം, ട്രാൻസ്ഫർ ഓഫ് അക്കൗണ്ട് ഓഫ് എംപ്ലോയി അണ്ടർ പെൻഷൻ സ്കീം സെക്ഷൻ 10 സബ്സെക്ഷൻ 13 ക്ലോസ് 5 അനുസരിച്ച് പെൻഷൻ സ്കീം അനുസരിച്ചുള്ള അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി എന്താണ് ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിലും അതിൽ നിന്നുള്ള ഇൻകം എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ HRA ഹൗസ് റെന്റ് അലവൻസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 13A പ്രകാരം ഒരു എംപ്ലോയിക്ക് അതിന്റെ എംപ്ലോയർ എന്ത് കൊടുക്കും, ഈ ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഹൗസ് റെന്റ് അലവൻസിന്റെ പാർഷ്യലോ അല്ലെങ്കിൽ ഫുൾ ആയിട്ടോ ടാക്സ് എക്സംപ്ഷൻ കിട്ടും. കണ്ടീഷൻസുകൾക്ക് വിധേയമാണ്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസ് ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 14 പ്രകാരം ഒരു എംപ്ലോയിക്ക് അയാളുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നതിനായിട്ട് കിട്ടുന്ന അലവൻസസ് അത് ടാക്സിൽ നിന്ന് എക്സംപ്ഷൻ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സാലറീഡ് എംപ്ലോയീസിന്റെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ അതിൽ ഏതൊക്കെ എക്സംപ്റ്റഡ് ആക്കാം, അതിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അപ്പൊ നമ്മൾ എക്സംപ്റ്റഡ് ഇൻകം ഓഫ് സെർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫണ്ട് അടുത്തൊരു ഭാഗമാണ്. അതായത് ഈ എക്സംപ്റ്റഡ് ഇൻകം സെർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫണ്ടിനും ചില എക്സംഷൻസ് കിട്ടും. അപ്പൊ ഏതൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് എന്ത് കിട്ടും, ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടാക്സ് എക്സംഷൻസ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫണ്ടുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 20 ലോക്കൽ അതോറിറ്റി, ഇൻകം ഓഫ് എ ലോക്കൽ അതോറിറ്റി അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, മുനിസിപ്പാലിറ്റി, നഗർ നിഗം, പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള ലോക്കൽ അതോറിറ്റികൾക്ക് ലഭിക്കുന്ന ഇൻകം അത് ടാക്സിൽ നിന്ന് എക്സംപ്ഷൻ കിട്ടും. കാരണം ഈ ഇൻകം അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനവർക്ക് എക്സംപ്ഷൻ കിട്ടും. ദെൻ അതേപോലെ തന്നെ അടുത്തത് സെക്ഷൻ 10 സബ്സെക്ഷൻ 21 പ്രകാരം സയന്റിഫിക് റിസർച്ച് അസോസിയേഷന് കിട്ടുന്ന ഇൻകം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ നമ്മുടെ സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ അല്ലെ, ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സയന്റിഫിക് റിസർച്ച് അസോസിയേഷന് ലഭിക്കുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സെപ്ഷൻ കിട്ടും. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഈ അസോസിയേഷനെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കണം. രണ്ടാമത്തത്, ഈ വരുമാനം, അതായത് ഈ അസോസിയേഷന് കിട്ടുന്ന ഈ ഇൻകം അവരുടെ ഗവേഷണ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ റിസർച്ച് ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഇൻകം അവർ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രം ആ ഇൻകത്തിന് മുകളിൽ അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ അടുത്തതാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 22B പ്രകാരം ന്യൂസ് ഏജൻസിന്റെ വരുമാനം അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ന്യൂസ് ഏജൻസികൾക്ക് അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് എന്ത് കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ ആ ഒരു ന്യൂസ് ഏജൻസി ഇന്ത്യയിലുള്ളതായിരിക്കണം,
ഓക്കെ, അപ്പൊ അവരുടെ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല സെക്ഷൻ 10 സബ്സെക്ഷൻ 22B പ്രകാരം. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23A പ്രകാരം പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലഭിക്കുന്ന ഇൻകം, അതായത് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ലോ, അല്ലെ, ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ലഭിക്കുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. അപ്പൊ ഇവിടെയും കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കണം. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ എന്തുള്ളൂ ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ. സെക്കൻഡ് വൺ, ഈ ഒരു ഫണ്ട് അവരുടെ പ്രൊഫഷണൽ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ട് ആയിരിക്കണം അവർ ചെലവാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഇവർക്ക് ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23AA ആർമഡ് ഫോഴ്സ് റെജിമെന്റൽ ഫണ്ട്, അല്ലെ, അതായത് ഈ ആർമി പേഴ്സൺ എന്ത് കിട്ടും? അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവർക്കൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ, റെജിമെന്റൽ ഫണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഈ ആർമിയിൽ നിലവിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എക്സ് മിലിറ്ററീസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ആർമിഡ് റെജിമെന്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്തില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അവരുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ടുകൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 23AA, അല്ലെ, അത് എന്താണ്? ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ LICയുടെ കീഴിലുള്ള പെൻഷൻ ഫണ്ടുകൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 23AA-B പ്രകാരം LICയുടെ കീഴിലുള്ള പെൻഷൻ ഫണ്ടുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ടാക്സ് കൊടുക്കേണ്ട, അല്ലെ, അതായത് ഇപ്പോ LIC അംഗീകരിച്ചിട്ടുള്ള പെൻഷൻ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് പെൻഷൻ കിട്ടുമ്പോൾ അതിനെന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23B പ്രകാരം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷന് കിട്ടുന്ന ഇൻകം, ഓക്കെ, ഖാദി അല്ലെങ്കിൽ വില്ലേജ് ഇൻഡസ്ട്രീസിന് കിട്ടുന്ന, അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള അസോസിയേഷൻ ആയിരിക്കണം ഈ ഒരു ഖാദി ആൻഡ് വില്ലേജ് അസോസിയേഷനുകൾ. അതേപോലെ തന്നെ ഈ ഖാദി ആൻഡ് വില്ലേജ് അസോസിയേഷനുകൾ നോൺ പ്രോഫിറ്റ് മോട്ടീവ് ഉള്ളവരായിരിക്കണം. ഈ അസോസിയേഷൻ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കരുത്. നോൺ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഖാദി ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്മീഷൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ അസോസിയേഷനുകൾ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്കും മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ എക്സംഷൻ കിട്ടുകയുള്ളൂ. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23BB പ്രകാരം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതായത് സ്റ്റേറ്റോ പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരമോ സ്ഥാപിച്ചിട്ടുള്ള ഖാദി ബോർഡുകൾക്കും അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രിയൽ ബോർഡിനും ലഭിക്കുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ഖാദി ബോർഡുകളും അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഇൻഡസ്ട്രീസിനും ലഭിക്കുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട. ദെൻ അതുപോലെ തന്നെ അടുത്തത് സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBA പ്രകാരം നമ്മുടെ ഈ പൊതു മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ വരുമാനം, അല്ലെ, അതായത് ഇപ്പോ നമ്മൾ പറയില്ലേ അമ്പലങ്ങള്, അതുപോലെ തന്നെ പള്ളി, ഗുരുദ്വാർ, അല്ലെ, അതുപോലെ തന്നെ പള്ളി റിലേറ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റുകള്, ഇതൊക്കെയാണ് പൊതു മതസ്ഥാപനങ്ങൾ. ഇവർക്ക് കിട്ടുന്ന ഇൻകം, ഓക്കെ, അത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ആക്ട് വഴി സ്ഥാപിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഇൻകം എന്തിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തൊരു ഇൻകം ആണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBB, അല്ലെ,
യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിന്റെ വരുമാനം. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, അതായത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം 1957 മാർച്ച് 25 റോം ഉടമ്പടി മൂലം വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ഈ കമ്മ്യൂണിറ്റികൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഇത് 1957 മാർച്ച് 25 റോം ഉടമ്പടിയിലൂടെ വന്നിട്ട് സ്ഥാപിതമായതാണ്. ഈ കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, ഇതിന് മാത്രം എന്ത് കിട്ടും? ടാക്സ് എക്സംഷൻ കിട്ടും. ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ഓക്കെ, മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾക്കൊന്നും, അതായത് ഈ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾക്കൊന്നും എക്സംഷൻ കിട്ടില്ല. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBBC അല്ലെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBC, അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ഫണ്ടിന്റെ വരുമാനം, സാർക്ക് അല്ലെ, സാർക്ക്. ഇത് നമ്മുടെ അസസ്മെന്റ് ഇയർ 1992 മുതൽ 93 വരെ ആണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ഈ സാർക്ക് ഫണ്ടുകൾ, സാർക്ക് ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. സോ അതിൽ ഈ സാർക്ക് ഫണ്ടിന് ലഭിക്കുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഓക്കെ, പക്ഷെ ആ വരുമാനം, ഈ സാർക്ക് ഫണ്ട് എന്ന് പറയുമ്പോൾ ആ വരുമാനം അത് ഇന്ത്യയിലുള്ള സാർക്ക് പദ്ധതികൾക്കായി യൂസ് ചെയ്യുന്ന വരുമാനമായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ എന്ത് കിട്ടുള്ളൂ? ആ വരുമാനത്തിന് ടാക്സ് എക്സംഷൻ കിട്ടുള്ളൂ. ദെൻ അതുപോലെ തന്നെ നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBE പ്രകാരം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA. ഓക്കെ, അതായത് IRDA എന്ന ഇൻഷുറൻസ് കൺട്രോൾ അതോറിറ്റിക്ക് ലഭിക്കുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഇൻഷുറൻസ് അതായത് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ട് വന്നതാണ്? IRDA ഇൻഷുറൻസ് മേഖലയെ കൺട്രോൾ ചെയ്യാനും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും വന്നിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഈ IRDA. ഓക്കെ, അപ്പൊ ഈ IRDAക്ക് കിട്ടുന്ന വരുമാനം ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBG പ്രകാരം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, അതായത് ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഇവിടെ അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺട്രോളിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്മീഷൻ ആണ്. ഓക്കെ, സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. അപ്പൊ അതിനെന്തില്ല? അതിന് കിട്ടുന്ന വരുമാനത്തിനും ടാക്സ് അടക്കേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് എന്തിനു വേണ്ടിയിട്ടാണുള്ളതാണ് ഈ ഒരു അതോറിറ്റി? ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി റേറ്റ് നിശ്ചയിക്കുന്ന, അതേപോലെ തന്നെ ഇത് ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈയുമായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റിയാണ് ഏത്? നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. അപ്പൊ ഈ കമ്മീഷന് കിട്ടുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ പ്രസാർ ഭാരതി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇത് വന്നത് അസസ്മെന്റ് ഇയർ 2013 to 2014 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പ്രസാർ ഭാരതി അല്ലെ, അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 23BBH അല്ലെ, അതായത് ഇപ്പോ നമ്മുടെ പ്രസാർ ഭാരതി മീൻസ് ഈ ദൂരദർശൻ ആൻഡ് ഓൾ ഇന്ത്യ റേഡിയോ ഉൾപ്പെടുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് ഈ പ്രസാർ ഭാരതി. അപ്പൊ അവർക്ക് കിട്ടുന്ന ഇൻകം എന്താണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 23C പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ദേശീയ ഫണ്ടുകൾ, നാഷണൽ ഫണ്ടുകൾക്ക് ലഭിക്കുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നമുക്കറിയണം ഏതാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 23 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള നാഷണൽ ഫണ്ടുകൾ ഏതെന്ന് നോക്കൂ. ഒന്ന് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണിറ്റി ഹാർമണി, അതൊരു ഫണ്ടാണ്. ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ഘോഷ്, അതുപോലെ തന്നെ ക്ലീൻ ഗംഗ ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ട് ഓർ പ്രൊമോഷൻ ഓഫ് ഫോൾക്ക് ആർട്ട് ആൻഡ് കൾച്ചർ. ഇപ്പൊ നമ്മൾ ഇത്രയും ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ ഫണ്ടുകൾക്കൊക്കെ കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്.
ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തത് സെക്ഷൻ 10 സബ്സെക്ഷൻ 23D പ്രകാരം നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട്. ഇപ്പൊ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഇത് സെബി ആക്ട് 1992 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം ഈ മ്യൂച്വൽ ഫണ്ട്. അപ്പൊ അങ്ങനെ സെബി അംഗീകരിച്ചപ്പെട്ട ഫണ്ടുകൾക്ക് ലഭിക്കുന്ന പണം മാത്രമേ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആവുകയുള്ളൂ. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23EA പ്രകാരം ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട്, അതായത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ച ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ടിന്റെ ഇൻകം ടാക്സിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ച ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ടിന്റെ വരുമാനം, അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ടാക്സ് ഒഴിവാക്കിയിട്ടുള്ളത്? ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ആ ഫണ്ടിന് എന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 23FB പ്രകാരം വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അസസ്മെന്റ് ഇയർ 2002 to 2003 അന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് അല്ലെ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അല്ലെ. അപ്പൊ അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മളിപ്പോ പുതുതായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ അല്ലെ. അപ്പൊ ഇവിടെ നമ്മള് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ത് കൊടുക്കണ്ട? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. കാരണം ഇതിന് കണ്ടീഷൻസ് ഉണ്ട്. ഈ വെഞ്ചർ ക്യാപിറ്റൽ ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അംഗീകരിച്ചതായിരിക്കണം. അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിങ്സ് അത് ഇക്വിറ്റി ഷെയറുകളിൽ നിക്ഷേപിക്കണം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കിട്ടുന്ന വരുമാനം മാത്രമാണ് എന്ത്? ടാക്സിൽ നിന്ന് ഒഴിവുള്ളൂ. ഓക്കെ, അതായത് ഈ വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ സ്റ്റാർട്ടപ്പ് ഹൈ റിസ്ക് പ്രൊജക്ടുകൾ, ഇതിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി അണ്ടർടേക്കിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്ന ടാക്സ് എന്താണ്? വരുമാനം അല്ലെ. അപ്പൊ അപ്പോഴും വീണ്ടും ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഷെയറുകൾ വാങ്ങിയ ശേഷം 3 വർഷത്തിനുള്ളിൽ വിറ്റാൽ മാത്രമേ ആ ഒരു എക്സംഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, 3 വർഷത്തിന് മുമ്പ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സംഷൻ കിട്ടില്ല. ഓക്കെ, അതായത് ഒന്നും കൂടെ പറയാം, ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളെയൊക്കെ അവരുടെ തുടക്കത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഹൈ റിസ്ക് ഏറ്റെടുക്കുന്നവരാണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകളും അതേപോലെ തന്നെ അവരുടെ ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിനെ ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അംഗീകരിച്ചിരിക്കണം. രണ്ടാമത്തത് എന്താണ്? ഈ വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിങ്സ് കമ്പനികളുടെ ഇക്വിറ്റി ഷെയറുകളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ഷെയറുകള് 3 വർഷത്തിനുള്ളിൽ വിറ്റാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ആ ഒരു ടാക്സ് എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ, അതായത് 3 വർഷത്തിന് ശേഷം വിറ്റാൽ മാത്രമേ ആ ഒരു ടാക്സ് എക്സംഷൻ കിട്ടുള്ളൂ. 3 വർഷം മുമ്പ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാക്സ് എക്സംഷൻ കിട്ടില്ല. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 24 രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ. ഓക്കെ, ട്രേഡ് യൂണിയൻ ആക്ട് 1926 പ്രകാരം രജിസ്റ്റർ ചെയ്ത ട്രേഡ് യൂണിയനുകൾക്ക് ലഭിക്കുന്ന വരുമാനം ടാക്സ് ഇല്ല. ഓക്കെ, 1926 പ്രകാരം രജിസ്റ്റർ ചെയ്ത ട്രേഡ് യൂണിയനുകൾക്ക് ലഭിക്കുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ല. ഓക്കെ, കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ട്രേഡ് യൂണിയൻ, അതായത് ഈ ട്രേഡ് യൂണിയനുകൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ടാക്സിൽ ആ ഇൻകത്തിന് ടാക്സ് എക്സംഷൻ ഉണ്ട്. ദെൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 25 പ്രകാരം പ്രൊവിഡന്റ് ഫണ്ടിന്റെ വരുമാനം. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ടുകൾക്ക് കിട്ടുന്ന വരുമാനം നികുതിയിൽ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ ഉൾപ്പെടുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ സെക്യൂരിറ്റികളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ അവയുടെ ക്യാപിറ്റൽ ഗെയിൻ, ഇതൊക്കെയാണ് ഏതിൽ ഉൾപ്പെടുന്നത്? പ്രൊവിഡന്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 25 പ്രകാരമുള്ള ഫണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഫണ്ടുകൾക്കും ലഭിക്കുന്ന ഇൻകത്തിൽ ഏതൊക്കെയാണ് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 25A പ്രകാരം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ട് ESI ഫണ്ട് വന്നത് April 1, 1962 മുതലാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ടിന്റെ ഇൻകത്തിന് ടാക്സ് ഇല്ല. ഓക്കെ, അതായത് ഈ ഒരു ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിന്റെ അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് വെൽഫെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് ടാക്സ് ഇല്ല. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 26 പ്രകാരം ഷെഡ്യൂൾഡ് ട്രൈബ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന ടാക്സ് എക്സംഷൻസ് നോക്കൂ. ആർട്ടിക്കിൾ 365(25) പ്രകാരം ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് അതായത് അവർക്ക് എന്ത് കിട്ടും? ടാക്സ് എക്സംഷൻ കിട്ടും. കണ്ടീഷൻസ് ഉണ്ട് നോക്കൂ. നിശ്ചിത പ്രദേശങ്ങളിലായിരിക്കണം, അതായത് ട്രൈബ്സ് ഏരിയ നിശ്ചിത പ്രദേശങ്ങളിൽ, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള നിശ്ചിത പ്രദേശങ്ങളിൽ നിന്നുള്ള ട്രൈബേഴ്സ് ആയിരിക്കണം. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദിവാസികളുടെ സംരക്ഷണത്തിനും അതേപോലെ തന്നെ ആ ഒരു പ്രദേശങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 26B പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ബാക്ക്വേർഡ് ഏരിയാസ് എന്നിവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോഡി സെക്ഷൻ 10 സബ്സെക്ഷൻ 26B പ്രകാരം ടാക്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അവിടെയും കണ്ടീഷൻ ഉണ്ട്. ഇത് സെൻട്രൽ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരം സ്ഥാപിച്ചിട്ടുള്ളതായിരിക്കണം ഈ ബോർഡ്. ഓക്കെ, അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡാണ് എങ്കിൽ ഇവരുടെ അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ബാക്ക്വേർഡ് ഏരിയാസ് ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ബോർഡാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകം എന്താണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 26BB പ്രകാരം മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള കോർപ്പറേഷന് കിട്ടുന്ന ഇൻകം അല്ലെ, അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള കോർപ്പറേഷന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അവിടെയും കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഈ ഒരു കോർപ്പറേഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്ന കോർപ്പറേഷൻ ആയിരിക്കണം. നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള കോർപ്പറേഷൻ ആയിരിക്കണം അല്ലെ. ഇപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ തുടങ്ങിയിട്ടുള്ള മൈനോറിറ്റി വിഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കോർപ്പറേഷന് കിട്ടുന്ന ഇൻകം അത് സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യലി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 26BB പ്രകാരം എക്സ് സർവീസ്മാൻ അല്ലെ അവരുടെ ഡെവലപ്മെന്റിന് സ്ഥാപിച്ചിട്ടുള്ള കോർപ്പറേഷന്റെ വരുമാനം, അതായത് മുൻ സൈനികരുടെ എക്സ് സർവീസ്മാന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അത് എന്താണ് കേന്ദ്രമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്ന കോർപ്പറേഷന്റെ ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതായത് ഈ എക്സ് സർവീസ്മാന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള കോർപ്പറേഷനിൽ കിട്ടുന്ന ഇൻകം എന്താണ്? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 27 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സഹകരണ സംഘങ്ങളാണ് അല്ലെ. അപ്പൊ അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവര് എന്താണ്?
ജാതി മതഭേദമില്ലാതെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെ, അതായത് എന്താണ് അവിടുത്തെ മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സഹായത്തോട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സഹകരണ സംഘങ്ങളാണ് എന്ത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ആരാണ്, ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് നൽകുന്നത്. സോ അവർക്ക് കിട്ടുന്ന ഇൻകവും ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ ഫോറിൻ കമ്പനിക്ക് ഫോറിൻ കറൻസിയിൽ ലഭിക്കുന്ന വരുമാനം അല്ലെ, അതായത് ഇപ്പൊ ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിലെ, അതായത് ഒന്നുകൂടെ പറയാം, സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിലെ വിദേശ കറൻസിയിൽ ലഭിക്കുന്ന വരുമാനം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സാധാരണയായി നമ്മുടെ ഇത് എനർജി സപ്ലൈ, ക്രൂഡ് ഓയിൽ ട്രേഡ്, സ്റ്റോറേജ് കോൺട്രാക്ട്സ് തുടങ്ങിയ സാധാരണ ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകളിലായിരിക്കും ആരുണ്ടായിരിക്കുക, ഈ ഒരു നമ്മുടെ ഫോറിൻ കമ്പനി ഏർപ്പെട്ടിരിക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച എഗ്രിമെന്റുമായി പ്രവർത്തിക്കുന്ന ഫോറിൻ കമ്പനികൾ, അവർക്ക് ഫോറിൻ കറൻസിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 13 പ്രകാരം സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ നിന്നുള്ള അല്ലെ, അതിൽ സൂപ്പർ ആനുവേഷൻ ഫണ്ട്, അതായത് ഒരു എംപ്ലോയിക്ക് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക അല്ലെ, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അയാളുടെ മരണശേഷമോ അല്ലെങ്കിൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ലഭിക്കുമ്പോഴോ ചെയ്യുമ്പോൾ അതിനെന്തില്ല, ടാക്സ് ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആയിരിക്കണം സെക്ഷൻ 10 സബ്സെക്ഷൻ 13 പ്രകാരം. ഓക്കെ, ദെൻ അടുത്തത് സെക്ഷൻ 10 സബ്സെക്ഷൻ 29 പ്രകാരം ഇൻകം ഓഫ് സെർട്ടൈൻ ബോർഡ് അല്ലെ, അതായത് ചില നാഷണൽ ബോർഡുകൾക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ താഴെ പറയുന്ന കുറച്ച് ഇൻഡസ്ട്രിയൽ ബോർഡുകൾക്ക് ലഭിക്കുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. സ്പൈസസ് ബോർഡ് ആക്ട് 1986 മുതൽ അവർക്ക് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. കോഫി ആക്ട് 1942 പ്രകാരം കോഫി ബോർഡിന് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ദെൻ ടൊബാക്കോ ബോർഡ് ആക്ട് 1975 പ്രകാരം അവർക്ക് കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ റബ്ബർ ബോർഡ്, ടീ ബോർഡ്, ഇവർക്കൊക്കെ കിട്ടുന്ന ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ exempted income of a certain institution and fund എന്നുള്ള ഭാഗത്ത് വരുന്നത്.